ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേരള ഗവൺമെന്റിന്റെ ജോബാണ്. കേരള ഗവൺമെന്റിന്റെ റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, കേരള ഗവൺമെന്റിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലുള്ള വേക്കൻസിയാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നാണ് ഈ വേക്കൻസിയുടെ പേര്. നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രം പാസ്സായവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. 12ാം ക്ലാസ്സുകാരും ഗ്രാജുവേറ്റിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അവർ ചോദിക്കുന്ന അവരുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് 10ാം ക്ലാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞ് അവരൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിന് നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ പോകുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാം. ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ വായിച്ചു നോക്കണം ആ നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതിൽ പറയുന്നത് 10ാം ക്ലാസ്സിൽ ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ അവരത് ചോദിക്കുമ്പോഴത്തേക്ക് ആ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കാണിക്കാനായിട്ട് തയ്യാറായിരിക്കണം എന്നാണ് അത് പറയുന്നതെന്നായി എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് അത് മനസ്സിലായത്. ഏതായാലും നമ്മൾ ആ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നല്ല പോസ്റ്റാണ്, നല്ല പേ സ്കെയിലാണ്. നിങ്ങൾക്ക് ഫീസ് ഒന്നും കൊടുക്കണ്ട ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു കൊടുത്തത് 2025 കഴിഞ്ഞു പോയി. ഈ 2026 വന്നത് മുതൽ 10ാം ക്ലാസ്സുകാർക്ക്, നേരത്തെയൊക്കെ ഞാൻ ഇപ്പം പല വർഷങ്ങളായിട്ട്, ഞാൻ 1-2 വർഷമായിട്ട് ഈ വേക്കൻസി ഇടുന്നത്. എനിക്കറിയാം ഏതൊക്കെ വേക്കൻസി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ. നമ്മുടെ മിക്കതും വരുന്നത് ഗ്രാജുവേറ്റും പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ ITIക്കാരുടെയൊക്കെ പോസ്റ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ 10ാം ക്ലാസ്സുകാർക്കൊക്കെ വേക്കൻസി വരാത്തത്, അല്ലെങ്കിൽ 12ാം ക്ലാസ്സുകാർക്ക് വേക്കൻസി വരാത്തത്. അത് കണക്ക് തന്നെ 10ാം ക്ലാസ്സുകാർക്കോ 12ാം ക്ലാസ്സുകാർക്കോ വന്നാലും പ്രൈവറ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് വേക്കൻസി വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ കേരള ഗവൺമെന്റിന് തന്നെ പല വേക്കൻസികളും നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ പോയി അവരുടെ അപ്ലൈ ചെയ്യുന്ന ആ വെബ്സൈറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ അപ്ലൈ ലിങ്കിൽ കൂടെ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുന്ന വെബ്സൈറ്റിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ 10ാം ക്ലാസ്സുകാർക്ക് പറ്റിയ ഒരുപാട് വേക്കൻസി ഉണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുക, ഫീസ് ഒന്നും ഇല്ലാത്തത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഫീസ് ഇല്ല. നമുക്ക് വരുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി, നമുക്ക് ഫീസ് ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് അപ്ലൈ ചെയ്തിരിക്കണം. കാര്യം അത് നമുക്ക് കിട്ടുന്ന നല്ലൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ വിട്ടുകളയല്ലേ. നിങ്ങളുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. മെട്രിക്കുലേഷൻ ഇവിടെ പറയുന്നുണ്ട് 10ാം ക്ലാസ് മാത്രം നിങ്ങൾ പാസ്സായാൽ മതി. ആൾ കേരള മെയിൽ ഫീമെയിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൾ ഓവർ ഇന്ത്യ, കേരളത്തിന്റെ തന്നെ വേക്കൻസിയാണ്. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് വളരെയേറെ. നിങ്ങൾ നോക്ക്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഒരുപാട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതിന്റെ വേക്കൻസി ഉണ്ട്. അത്രയ്ക്ക് നല്ല വേക്കൻസിയാണ്. അപ്പം നിങ്ങൾ ഉപേക്ഷിക്കാതെ ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ കേരളത്തിൽ നിങ്ങൾക്കെല്ലാം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ് കേരളത്തിൽ ജോലി കിട്ടുവാൻ വേണ്ടി. അതും നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ജോലി കിട്ടുവാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ആ ഒരു ആഗ്രഹത്തിന്റെ സഫലീകരണമാണ് ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. നമുക്ക് ഡയറക്റ്റ് വേറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. നോട്ടിഫിക്കേഷനിൽ പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഹൈപ്പ് അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്ന എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇതാണ് ഇവരുടെ നോട്ടിഫിക്കേഷൻ. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ നമ്പർ നോക്കണം. നിങ്ങൾ ഓൺലൈനിൽ പോയി അപ്ലൈ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് ഈ 571/2025 എന്നുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ നോക്കി സെലക്ട് ചെയ്ത് അവിടെ അപ്ലൈ ചെയ്യണം. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ നിങ്ങൾ നല്ല കണക്ക് പഠിക്കണം. ഇതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്, ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ നിങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പം ഇതിന്റെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് PSC വഴിയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ആ PSC വഴി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതിന്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ തന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷന്റെ ലിങ്ക് തന്നിട്ടുണ്ട്. 2 ലിങ്ക് നിങ്ങൾ തുറന്നു നോക്കണം. അപ്പൊ ആദ്യം ഞാൻ നോട്ടിഫിക്കേഷനെ പറ്റിയാണ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് 14 ജനുവരിയാണ്. ഈ മാസം 14-ാം തീയതി ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അതിനു മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ പറയുന്ന ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഓൺലൈൻ ഒളി വൈ വൺ ടൈം രജിസ്ട്രേഷൻ. നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആ അപ്ലൈ ലിങ്കിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം അത് വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ട്. ആ രജിസ്ട്രേഷൻ ഫ്രം ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്. ആപ്ലിക്കേഷൻ മസ്റ്റ് ബി സബ്മിറ്റഡ് ഓൺലൈൻ ത്രൂ ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് ദ കമ്മീഷൻ ആഫ്റ്റർ വൺ ടൈം രജിസ്ട്രേഷൻ. കാൻഡിഡേറ്റ് ഹു ഹാവ് ആൾറെഡി രജിസ്റ്റേർഡ് ക്യാൻ അപ്ലൈ ത്രൂ ദ. അതായത് നിങ്ങൾ ആദ്യം ഇതിനു മുന്നേ ഈ PSC വഴി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അത് ഇട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ 571/2025 ഈ നോട്ടിഫിക്കേഷൻ കണ്ട്
ഇവിടെ ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. സ്കെയിൽ ഓഫ് പേ 23,700 തൊട്ട് 52,600 വരെ നിങ്ങൾക്ക് ശമ്പളമുണ്ട്. ഇനിയാണ് പറയുന്നത് നമ്പർ ഓഫ് വേക്കൻസി. ഡിസ്ട്രിക്ട് വൈസ് നിങ്ങളെ വേക്കൻസി കാണിക്കുകയാണ്. നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് വേക്കൻസി ഉണ്ട്, കൊല്ലത്ത് വേക്കൻസി ഉണ്ട്, പത്തനംതിട്ടയിൽ വേക്കൻസി ഉണ്ട്, ആലപ്പുഴയിൽ വേക്കൻസി ഉണ്ട്, കോട്ടയത്ത് വേക്കൻസി ഉണ്ട്, ഇടുക്കിയിൽ വേക്കൻസി ഉണ്ട്, എറണാകുളത്ത് വേക്കൻസി ഉണ്ട്, തൃശ്ശൂർ വേക്കൻസി ഉണ്ട്, പാലക്കാട് വേക്കൻസി ഉണ്ട്, മലപ്പുറം ഉണ്ട് വേക്കൻസി, കോഴിക്കോട് വേക്കൻസി ഉണ്ട്, വയനാട് ഉണ്ട്, കണ്ണൂരുണ്ട്, കാസർഗോഡ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇത് വന്നിട്ടുണ്ട് വേക്കൻസി. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും വേക്കൻസി വന്നിട്ടുണ്ട്. ഒരു ഡിസ്ട്രിക്റ്റിൽ എത്ര വേക്കൻസി ആണെന്ന് അവർ പറയുന്നില്ല. പൊതുവായിട്ട് അവർ ആ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസിയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഈ നോട്ട് എന്താണെന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കണം. സെപ്പറേറ്റ് റാങ്ക്ഡ് ലിസ്റ്റ് വിൽ ബി പ്രിപ്പയർഡ് ഫോർ ഈച്ച് ഡിസ്ട്രിക്ട്. അതായത് നിങ്ങൾ ഒരു വേക്കൻസി അല്ല, ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു വേക്കൻസി അല്ല, പല വേക്കൻസി ഉണ്ട്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് സെപ്പറേറ്റ് റാങ്കിൽ. ഓരോ ഡിസ്ട്രിക്റ്റിലും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അതായത് ഓരോ ഡിസ്ട്രിക്റ്റിലും അവർ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സെലക്ഷൻ പ്രസൻസ് ഓഫ് ദിസ് നോട്ടിഫിക്കേഷൻ ബിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾ അയക്കുന്ന ഒരു കമന്റ് പോലും ഞാൻ വിട്ടുകളയത്തില്ല. എല്ലാത്തിനും ഞാൻ ആൻസർ തന്നിരിക്കും. അതെന്നെ തെറി പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ച് നിങ്ങളെ തെറി പറയും. അല്ല നിങ്ങൾ എന്തെങ്കിലും കാര്യമായി ചോദിക്കുന്നെങ്കിൽ ഞാൻ അതിന് ആൻസർ തരും. നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കമന്റ് കൊടുത്ത് ഞാൻ ആൻസർ കിട്ടിയില്ലെന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. നിങ്ങൾക്ക് അവിടെ നമ്മുടെ വീഡിയോയുടെ ആ താഴെ തരുന്ന ഞാൻ ലിങ്ക് തരുന്നതിൽ നിങ്ങൾക്ക് അവിടുന്ന് ക്ലിക്ക് ആകുന്നില്ല. അവിടുന്ന് നിങ്ങൾക്ക് ലിങ്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനെങ്കിൽ എത്രയോ പേർക്ക് കമന്റ് കൊടുക്കും. നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി, ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് ലിങ്ക് തരാം. ആപ്ലിക്കേഷൻ ഷുഡ് നോട്ട് ബി സെൻഡ് ടു മോർ ദാൻ 1 ഡിസ്ട്രിക്ട്. ഇവിടെ പറയുന്നത് നിങ്ങൾ ഒരു ഡിസ്ട്രിക്റ്റിൽ കൂടുതൽ അപ്ലൈ ചെയ്യല്ലേ. അങ്ങനെ നിങ്ങൾ പല ഡിസ്ട്രിക്റ്റിൽ പല ആപ്ലിക്കേഷൻ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആണ്. നിങ്ങൾ ഒരു ഡിസ്ട്രിക്റ്റിലെ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ ആ ഡിസ്ട്രിക്റ്റിലെ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഓരോ ഡിസ്ട്രിക്റ്റിന്റെ ഇവിടെ വേക്കൻസി തന്നിരുന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റിയതിനെ കൂടുതൽ വേക്കൻസി ഏത് ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത് ആ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ ആ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി ഉണ്ടെന്നേ പറയുന്നുള്ളൂ, എത്ര വേക്കൻസി എന്ന് പറയുന്നില്ല. മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഏജ് പറയുന്നുണ്ട്, ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 18 തൊട്ട് 36 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ കാണിക്കുന്നുണ്ട് 18 ഏജ് ലിമിറ്റ്, 18 തൊട്ട് 36 വയസ്സ് വരെയുള്ളവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2/1/1989 ആൻഡ് 1/1/2007. 2/1/1989 1/1/2007 ഇടയിൽ നിങ്ങൾ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SC STക്ക് അതിന്റെ റിലാക്സേഷൻ ഉണ്ട്, അത് കണക്ക് അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ ജനറൽ ആയിട്ടുള്ള നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത് 18 തൊട്ട് 36 വയസ്സ് ഈ ഒരു 2 ഇയറിന്റെ ഇടയിൽ നിങ്ങൾ ജനിച്ചവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. 50 വയസ്സ് നിങ്ങൾക്ക് ഏതൊക്കെ കൺസിഡറേഷൻ കിട്ടിയാലും ഏജിലുള്ള കൺസിഡറേഷൻ നിങ്ങൾക്ക് മാക്സിമം 50 വയസ്സിൽ നിങ്ങൾ കൂടല്ലേ. മിനിമം എന്ന് പറയുന്നത് 36 ആണ്. പക്ഷെ കൺസിഡറേഷൻ വരുന്നവർക്ക് നിങ്ങൾ 50 വയസ്സിൽ കൂടിയവർ നിങ്ങൾ അപ്ലൈ ചെയ്യില്ലെന്നാണ് പറയുന്നത്. ഇവിടെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, അതാണ് ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് കുറച്ച് നാളായിട്ട് വരുന്നില്ല, ഞാൻ നേരത്തെയും പറഞ്ഞു 10ാം ക്ലാസ്സുകാരുണ്ട്. നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഗ്രാജുവേറ്റും അപ്ലൈ ചെയ്യണം, 12th അപ്ലൈ ചെയ്യണം. ഇവിടെ പറയുന്നുണ്ട് ഇൻ അഡീഷൻ ടു ദ ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ഇൻ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷന്റെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്ര ഇംഗ്ലീഷ് അറിയത്തില്ല. നിങ്ങൾ ഇത് വായിച്ചു നോക്കിയിട്ട് ഞാൻ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ 2ാമത്തെ പാരഗ്രാഫ് ഇവിടെ നോട്ട് 1 ഉണ്ട് 2 ഉണ്ട്. ആ 2 സെക്കൻഡ് നമ്പർ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഞാൻ പറയുന്നതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ബാക്കിയുള്ളവർക്ക് കൂടെ അത് ഉപകരിക്കുക. നിങ്ങൾ എങ്ങനെ സബ്മിറ്റ് ചെയ്യുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട്. ഇഫ് പറയുന്നത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. നിങ്ങൾ ആ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാമിനേഷന് തയ്യാറാണെന്ന് നിങ്ങൾ അതിനകത്ത് മാർക്ക് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ആധാർ കാർഡ് നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫ് ആയിട്ട് കാണിക്കണം. പലതവണ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ ആധാർ കാർഡ് സെലക്ട് ചെയ്യണം. ഈ മാസം 14ാം തീയതി വരെ അവർ സ്വീകരിക്കും.
അപ്പൊ ഇത്രയൊക്കെ നമ്മൾ കണ്ട്, ഇതിൽ കൂടുതൽ കാര്യങ്ങളില്ല. നിങ്ങൾ ഇത് നല്ല കണക്ക് വായിച്ചു നോക്കണം. ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, എങ്കിലും നിങ്ങൾ വായിച്ചു നോക്കണം. അതുകൂടാതെ നമുക്കിനി എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ തന്നിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇത് PSCയുടെ പേജാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് ഇവിടെ പറയുന്നു. നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കണമെങ്കിൽ ഈ നോട്ടിഫിക്കേഷനിൽ നോക്കിയാൽ മതി. നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ നിങ്ങൾ 5 കാറ്റഗറി നമ്പർ 57125 നിങ്ങൾ നോക്കണം, എന്നാലേ അത് കാണത്തുള്ളൂ. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരും. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുന്നേ അപ്ലൈ ചെയ്തായിരിക്കും. ഞാൻ അധികം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ ഇൻഫോർമേഷൻ അറിയാത്തവർ കാണുമല്ലോ, ഒരാളെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നേരത്തെ അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ആ ആളിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾ ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിന് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഇത് ഞാൻ രാവിലെയും പറഞ്ഞത്, ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത്. ഇവിടെ രജിസ്റ്റേർഡ് യൂസർ ലോഗിൻ ഉണ്ട്. നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ യൂസർ ID പാസ്വേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ യൂസർ ID കൊടുത്ത് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ നെയിം കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അതല്ല പൊർഗറ്റ്, നിങ്ങളത് മറന്നുപോയെങ്കിൽ പൊർഗറ്റ് പാസ്വേഡിൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇനി ഇതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ ഉണ്ട്. സൈനപ്പിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. സൈനപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പേജിലേക്ക് പോകും. ഈ പേജിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, ഇവിടെ ചോദിച്ചിരിക്കുന്ന ആ ഒരു കോളമെല്ലാം നിങ്ങൾ ഫില്ലപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് യൂസർ ID പാസ്വേഡ് കിട്ടും. ആ യൂസർ ID പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ ഇത് ലോഗിൻ ചെയ്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. പക്ഷെ അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ ആ നോട്ടിഫിക്കേഷൻ 57125 എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. അതിന് നേരെ നിങ്ങൾ അപ്ലൈ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ കാറ്റഗറി മാറിപ്പോവും. വേറെ ഏതെങ്കിലും ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്, അത് പിന്നെ നിങ്ങൾക്ക് കുഴപ്പം ചെയ്യും. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.